നമ്മുടെ തിരുവല്ലയെ കുറിച്ച് ഇന്ന് ഞാനൊരു വീഡിയോ കണ്ടു. നിങ്ങൾ ഒന്ന് കണ്ടു നോക്ക്. തിരുവല്ലയിൽ ഒരു ദിവസം വരുവാണെങ്കിൽ ഞങ്ങൾ തിരുവല്ലയിൽ നിങ്ങൾ ഇതാണ് കഴിക്കുന്നത്. എന്റെ പൊന്നളി അവിടെ ഒന്നും ഒരു കിഴക്കേമില്ല, അങ്ങോട്ടൊന്നും വരരുത്. ഒരു പട്ടിക്കാട് കേരളത്തിന്റെ ആരോഗ്യ നഗരിയാണ് തിരുവല്ല. കേരളത്തിന്റെ ബാങ്കിംഗ് ക്യാപിറ്റലാണ് തിരുവല്ല. 5 മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റല്, 10 മേലെ സ്കൂളുകള്, വേൾഡ് ഫേമസ് ആയിട്ടുള്ള പള്ളി, അമ്പലം ഒക്കെ തിരുവല്ലയുണ്ട്. ഇതൊന്നും അറിയത്തില്ലെങ്കിൽ ചുമ്മാ വായി തോന്നു കയറി പറയാൻ നിൽക്കല്ലേ. ഈ പുള്ളിക്കാരുടെ പ്രൊഫൈലിൽ ഞാൻ കയറിയപ്പോ അതിലൊരു വീഡിയോ ഞാൻ നേരത്തെ കണ്ടിട്ടുണ്ട്. അതിൽ പറയുന്നതൊക്കെ സത്യമാണെങ്കിൽ നന്നായിട്ട് സ്ട്രഗിൾ ചെയ്ത് കയറി വന്ന ഒരാളാണിത്. അതിന്റെ ഒരു റെസ്പെക്ട് എനിക്കുണ്ടായിരുന്നു. പക്ഷെ ഇമാതിരി ചീപ്പ് വർത്താനം പറഞ്ഞപ്പോ അതങ്ങ് പോയി. പിന്നെ ഈ പുള്ളിക്കാരിക്ക് ഒരു വിചാരമുണ്ട്, നമ്മൾ ഈ ചെയ്യുന്ന വീഡിയോ ഒക്കെ പുള്ളിക്കാരി എടുത്ത് അങ്ങോട്ട് റിയാക്ട് ചെയ്താൽ നമുക്ക് ഏതാണ്ട് ഭയങ്കര റീച്ച് കിട്ടുമെന്ന്. അങ്ങനെ റീച്ച് ഉണ്ടാക്കി തരാനും മാത്രമുള്ള റീച്ച് ഒന്നും തന്റെ അക്കൗണ്ടിന് ഇല്ല. അത്രയ്ക്ക് പട്ടിക്കാടാണെങ്കിൽ സ്വന്തം പ്രൊഫൈലിൽ എന്തിനാണ് തിരുവല്ല എന്ന് കൊടുത്തേക്കുന്നത്? അതിൽ കൂടെ തിരുവല്ലയ്ക്ക് റീച്ച് ഉണ്ടാക്കി കൊടുക്കാനോ? തിന്നാനെങ്കിൽ ഒരു നല്ല കട പോലും ഇല്ല. തിരുവല്ലയിൽ നല്ല കുറേ ഫുഡ് സ്പോട്ട് ഉണ്ട്. അത് അറിയത്തില്ലെങ്കിൽ അറിയില്ല എന്ന് പറയണം, അല്ലാതെ ചുമ്മാ. NRIs ക്രൗഡഡ് ആയിട്ടുള്ള സ്ഥലമാണ്. അവർക്ക് ഈ ഫണ്ട് കൂടുതലായിട്ടുള്ള എന്ത് കൊള്ളാത്ത സാധനം കൊടുത്ത് ഇവരങ്ങ് തിന്നും. ഇന്ത്യക്ക് പുറത്തുനിന്ന് വരെ പല സ്ഥലങ്ങളിൽ നിന്നും നല്ല ഫുഡ് കഴിച്ച് പരിചയമുള്ളവരാണ് ഈ NRIs. അപ്പൊ ക്വാളിറ്റി ഇല്ലാത്ത എന്തുകൊണ്ട് കൊടുത്താലും അവർ കഴിക്കുമെന്ന് തോന്നുന്നുണ്ടോ? എന്തൊക്കെ മണ്ടത്തരങ്ങളാണ്. പബ്ലിക്കായിട്ട് മണ്ടത്തരങ്ങൾ വിളിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പബ്ലിക്കായിട്ട് സമ്മതിക്കാനുള്ള ധൈര്യം കാണിക്കുക. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമന്റ്സിൽ പറ. അപ്പൊ പുതിയൊരു വീഡിയോയിൽ ഉടനെ തന്നെ കാണാം.